ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഒരു സാധാരണ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും അതുപോലെ ഒരു അൺഎഡിറ്റഡ് വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തെ ഞാൻ ആദ്യമായിട്ട് വ്ളോഗിംഗ് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാര്യങ്ങളുണ്ട്. എങ്ങനെ ആംഗിൾ വെക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ള എൻ്റെ കുറേ കൺഫ്യൂഷൻസ് അറിയായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ പതിയെ പതിയെ ഞാൻ അതൊക്കെ ഇമ്പ്രൂവ് ആക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൈകുന്നേരം വരുമ്പോൾ അതോടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. ചിക്കൻ കട്ട് ചെയ്യാത്ത വലിയ പീസായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് അതിന് ശേഷം ചിക്കൻ നന്നാക്കണമായിരുന്നു. പിന്നെ അതോട്ട് നമുക്ക് പറഞ്ഞു പോകുന്നു വലിയമ്മേൻ്റെ അടുത്ത് പോകണം. വലിയമ്മ വെച്ചാൽ അവിടെ ആദ്യം കൂടെ കാണാൻ, അതായത് അല്ലിനേക്കാളും കുറച്ചൊരു മാസത്തിൻ്റെ ഇളയത് കേട്ടോ ആദ്യം. അപ്പോൾ അവനെ കാണാൻ പോകണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ വീട്ടിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കി ചായയൊക്കെ കുടിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ അല്ലീനെ അമ്മേനെ ഏൽപ്പിച്ചു ചിക്കൻ്റെ പരിപാടികൾ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതോടെ പറഞ്ഞു ചിക്കൻ എന്ത് ചെയ്താൽ മതി, മസാല തേച്ച് ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിക്കാറുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിസിലടുപ്പിച്ച് അങ്ങനെ വെച്ചാൽ മതി, പോയി വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അടുക്കളയിൽ ഇതെന്ത് ഈ കവറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. അത് ചിക്കനൊക്കെ കൊണ്ടുവന്ന് കവർ കഴുകി വെള്ളം പോകാൻ വേണ്ടി അവിടെ തൂക്കി വെച്ചാട്ടോ. അത് വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറിലേക്ക് മാറ്റും. അപ്പം ഇതെന്താ ഇങ്ങനെ കിടക്കുന്നേ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അത് പറഞ്ഞത്. അങ്ങനെ കലിപ്പൊന്നല്ല കേട്ടോ, നമ്മളുണ്ടാവും ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിലാണ്. വിഷയമൊന്നും പറയുന്നില്ല, സ്വാഭാവികമായിട്ടും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷേ രസം അതല്ല, വലിയ കാര്യത്തിൽ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് നാളെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ 2 ആഴ്ച. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് എനിക്ക് എല്ലാവരും കൂടെ ഒന്ന് ഇരുന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇത് അവസാനമായപ്പോഴേക്കും മുട്ടം വഴക്കായി ഗൈസ്. അവസാനം ഇത് കഴിച്ചത് ആദ്യം അതോട്ട് ദേഷ്യം പിടിച്ചൊറ്റയ്ക്ക് പോയിരുന്നു കഴിച്ചു. അത് പിന്നെ ഞാൻ കഴിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു അവസ്ഥയായിരുന്നു വന്ന്. ഇനി പിറ്റേ ദിവസം വേവിക്കണ്ടേ, അല്ല ഇതാക്കണ്ടേ, ചേമ്പ് ചുമ നന്നായി തരാൻ പറഞ്ഞ ചേമ്പയ്ക്ക് തൊട്ടാ വൈകി ഞാൻ പറഞ്ഞോണ്ട് അതെല്ലാം ചോദിച്ചു. ചേമ്പ് പുഴുകുണ്ടോ? ആ കെറ്റിലെടുത്ത് വെച്ചൂടെ, ഞാനിതിവിടെ ചെയ്യുന്നുണ്ടില്ലേ. ചെയ്യേണ്ട ബുദ്ധി ചായ വെക്കണത് അന്ന് ചായ വന്നിട്ട് ഇതൊന്ന് വരിയണോ, വര ഇടണോ ചേട്ടാ? ഈ മസാല ഇടാം ഒന്ന് ഇതില് മറ്റേ ഇപ്പൊ ആലോചിച്ച് കണ്ടെത്തിയത് എനിക്ക് അതിൽ ഷോർട്ട് വെച്ചു അടുത്തുള്ള പൊടിയിടുന്നു കായ്ക്കൊന്നും കട്ടണം അതൊന്നും എടുക്കുന്ന ബാക്കി ഒരു പാത്രത്തിലേക്ക് ആദ്യം തൈരും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി വേണോ? വെളുത്തുള്ളി ഒന്നും വേണ്ട. ആ പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. തിന്നാൻ തന്നെയാണ് വേഗം വാ എന്നിട്ട് തിന്നു. ഞാൻ ഈ അതറിനോട് വേഗം വാ ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഉണ്ടാക്കാനല്ല കേട്ടോ, ഒന്ന് വീഡിയോ എടുത്ത് തരാനാണ്. അതായത് ഞാനിങ്ങനെ അടുത്ത് വെച്ചിട്ടും ദൂരെ വെച്ചിട്ടും ഒന്നിക്കാണ് കറക്റ്റായിട്ട് ആംഗിളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാനിങ്ങനെ മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ഇടണതിൻ്റെ ഒരു ക്ലോസ് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ അതുകൊണ്ട് പിന്നാലെ നടക്കുന്നത്. എന്നിട്ട് ആ സാധനം വന്നില്ല. എന്നിട്ട് അത് ഫോൺ വിളിച്ച് വേറെ എങ്ങോട്ടോ പോയി. പിന്നെ ഫോൺ വിളിച്ചാൽ പിന്നെ ആ വൈക്കേ നോക്കണ്ട, നടന്ന് അങ്ങനെ പോകും. ഈ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, കേശു വീടിൻ്റെ നാഥൻ, അതേപോലെ അതങ്ങനെ പോകും. അവസാനം ഞാനൊരു കയ്യിൽ ഫോണും പിടിച്ചു, മറ്റേ കൈ കൊണ്ട് പൊടിയിട്ടു. അങ്ങനെ ഒരു ഇത് ഒപ്പിച്ചു. ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ അൽഫാം മസാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്, പിന്നെ ഉപ്പ്, ഇഞ്ചി
ഇതെല്ലാം കൂടി ഇട്ടിട്ട് മസാല ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഫോമിലേക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞോളൂ. ഞാൻ മസാല വെച്ചോളാം, വേണമെങ്കിൽ വീഡിയോ എടുത്തു പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. എല്ലാത്തിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ചു. പിന്നെ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ വന്നിട്ട് ബാക്കി പൊരിക്കുന്നതൊക്കെ വന്നിട്ട് വലിയ പോയി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മാറ്റാൻ പോയി. മോളെ മാറ്റി ഞങ്ങളെല്ലാവരും മാറ്റി. അമ്മേനിട്ട് സ്വീപ്പാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലേ ആർപ്പും വിളിന്നൊക്കെ വീഡിയോൻ്റെ ഇടയിൽ കേൾക്കാം. ആർപ്പും വിളിയൊക്കെ അമ്മേനിട്ട് തിരിക്കുന്നുണ്ട് ഇട്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട്. ഇന്നൊരു മൊത്തത്തിൽ 3 ദിവസമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പോയി ഒന്ന് ഫാൻസി കയറിയിട്ടോ. അല്ലിക്കും ആദ്യം ഓരോ കളിപ്പാട്ടം മേടിച്ചു. പിന്നെ ഒരു കമ്മൽ വെക്കാണ്ടായിരുന്നു. അപ്പോൾ കമ്മലൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വലിയമ്മയോട് പോയി. അപ്പോഴാണ് അവിടെ വലിയമ്മയ്ക്ക് പനിയായിട്ട് അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ്. അച്ഛനെ കാണിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി ഒരു കുടുംബസമയം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു. എന്നിട്ട് ഹോസ്പിറ്റൽ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അവിടെ പോയി. അപ്പോൾ അവരെല്ലാവരും കൂടെ ബ്ലഡ് കൊടുത്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അവരോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വലിയമ്മയുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അടിയായി പിടിയായി മാറിക്കിടക്കലായി തെറ്റലായി. പിന്നെ ഒന്നും പറയേണ്ട. ഫോൺ ഞാനൊരു വഴിക്കിട്ട് ഞാനൊരു വഴിക്കും പോയി. അതുകൊണ്ട് വഴിക്കും പോയി. ഇത് വേണമെങ്കിൽ ഒരു അൺകംപ്ലീറ്റഡ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ രഞ്ജു. ബൈ.